രാജാവിന്റെ എച്ചിൽ എഴുതുന്ന പണി ഞാൻ നിർത്തി. ഇന്ന് തന്നെ റെസ്റ്റോറന്റിലുള്ള സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ കുളിയെ കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്കുക. ബ്രെഡും കുട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് മിഴിഞ്ഞാ മതി. നിന്റെ മറ്റോ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല, നീ എന്നാ മേടിച്ചത്? അത് ശരിയാ. തള്ള കുളിക്കല്ലേ. നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ട ഇങ്ങട്. 20? ഉച്ചക്കലത്തേക്ക് രാത്രി കൂടെ ഉൾപ്പെടെ പോരട്ടെ. അതിന് നീ എടുക്കാൻ എളുപ്പം ഉണ്ടാക്കി പോയി. ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ് ആന്റി. നിങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണോ അതോ നോൺ പേയിങ് തീവ്സ് ആണോ? വാട്ട് ഹാപ്പൻഡ് ആന്റി? നിന്റെ ആന്റിയും കൂന്റിയും ഇവിടെ വേണ്ട. വാടക ചോദിക്കുമ്പോ ബബ്ബ ഒരു സാധനം വിശ്വസിച്ച് അത് തെറ്റാൻ വയ്യ. മോഷണം. എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാപോരാളിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. നിർത്തോ. നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ മുട്ടയാ? അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് $1 കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ചതിനെ കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്ത് വയറ് വിഷമോ? ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ഇവിടെ നടക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. പണക്കാരുടെ സെന്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാം, പക്ഷെ ക്വാളിറ്റി ഗംഭീരമായിരിക്കും. ഗംഭീരമാണെന്ന് തോന്നിപ്പിച്ചാലും പോരെ. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ വീട് കിട്ടോ? കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. Here's a light. Hey, isn't the thing in CID? Oh my God, that's the same guys who tried to shoot us at the girl's house. CIDs! Where? There, they found the place. Jesus, Mr. Redford was right. They are smart and dangerous. Martha, I'm gonna hide. Stop! Don't hide in the bathroom. It's dangerous. Darsham. Where will I hide? I hide under the table. I know where I'll hide. This is no time to read a book. Come on, let's go hide. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വാടകയ്ക്ക് ഏത് വീടാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കാമല്ലോ. They're outside. Let's shoot them down. Don't talk nonsense. We don't know whether they're with the police or not. Go and hide. I'll handle this. Martha, be careful. They act smart. I'll shoot them. You come with me. Go and hide. There's nobody here except me and my husband. That's okay. We are looking for a house. But you're not looking for this house. Madam, we want to know actually. Please don't misunderstand. We're very poor people living here. It's not that. But we don't know anything about it. Madam, listen. What we want to know. No, please. There are no criminals staying in this house. What? Nothing. നമുക്ക് വട്ടാണെന്ന് തോന്നുന്നു. ദേഹോദരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ. We are not responsible for anything. Okay, relax. എന്തോന്ന്? ഞങ്ങൾ പോകണു. Oh, thank you, God. The CIDs have no idea that you're here. Well done, Martha. We must be more careful. Now I'm sure the CIDs are not succeeding in getting the crown from the Indian girl's home. She's hiding it somewhere. In that case, we should ask Tom and the others to search the house and find it. My God, my crown.
$3 million. Good night. Good night. Hello, police? Bloody good-for-nothing idiots. Where the hell is the crown? I'm sure that the CIDs have got the crown. I want to know the whereabouts of the CIDs immediately. We did inquire about it. Then search every corner of America. They identify us. The moment they see us, they're gonna shoot us down. Are you afraid? I'll call Robert Redford at Chicago and tell him to handle this case. Boo. Good-for-nothing idiots.